ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. വെറും 26 ദിവസം കൊണ്ടാണ് ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും മാത്രമാണ് ഞങ്ങളുടെ ചാനലിൽ ഇപ്പം 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞത്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഇതിനു മുന്നേ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം 3 മാസം ആവുന്നുണ്ട്. അപ്പോൾ ആ ചാനൽ തുടങ്ങി ആ ചാനൽ ഇപ്പം 240 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അതിനുശേഷമാണ് ഈ ചാനൽ തുടങ്ങിയത്. ഇതിലിപ്പം 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം അതിൽ ആ ചാനൽ വലിയ സക്സസ് ആയില്ല. ഞാൻ പറഞ്ഞല്ലോ 240 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയാലോ എന്ന് ആലോചിച്ചിട്ട് പുതിയ ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ മാറ്റങ്ങൾ ഞങ്ങൾ ഈ ചാനലിൽ വരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് വളരെയധികം സഹായമായിട്ടുണ്ട്. അപ്പം ആ മാറ്റങ്ങൾ തന്നെയാണ് ഞങ്ങൾക്കിപ്പോൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പം ശ്രദ്ധിച്ച 2-3 കാര്യങ്ങളുണ്ട്. ആ 2-3 കാര്യങ്ങൾ തന്നെയാണ് ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് ഞങ്ങളെ സഹായിച്ചത്. അതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ആണെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം വീഡിയോസ് എടുക്കും, പോസ്റ്റ് ചെയ്യും. അപ്പം അതിൽ ഏത് സമയം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യൂസ് കൂടുന്നത്, അല്ലെങ്കിൽ നമ്മളെ വീഡിയോസ് റീച്ച് ആവുന്ന ഒരു സമയം എപ്പോഴാണ്, അതേക്കുറിച്ചും നമുക്കങ്ങനെ വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം ഇതിൽ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്തതിന് ശേഷം അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ വീഡിയോസ് റീച്ച് ആവുന്നതെന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ഒരു 2-3 ടൈമാണ്. അപ്പോൾ അത് ഏത് സമയമെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് ആ സമയത്ത് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അത് നമുക്ക് റീച്ച് കൂട്ടാനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുന്നത്തെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഡിസ്ക്രിപ്ഷനോ ടാഗുകളോ ഒന്നും വലുതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാഗുകൾ ആഡ് ചെയ്യാൻ തുടങ്ങി. അതിലായി മെയിനായിട്ടും വൈറൽ ടാഗുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ തുടങ്ങി. അത് നമ്മുടെ വീഡിയോസിന് ഒരുപാട് റീച്ച് കൂട്ടി. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഞങ്ങളുടെ വീഡിയോസ് എടുത്താൽ അറിയാം, ഞങ്ങൾ ആകെ ഒരു 40 വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ആ 40 വീഡിയോസിൽ ഏറെ വീഡിയോസും കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരു 30 വീഡിയോസ് എങ്കിലും ഞങ്ങൾ 1Kയിൽ കൂടുതൽ വ്യൂസുള്ള വീഡിയോസാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷമാണ് വന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കണ്ടൻറ്റുകൾ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യൂസ് കൂടുന്നതെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ശ്രദ്ധിച്ചിട്ട് അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തി അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ തിരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെപ്പോലെ തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പം അവരിടുന്ന വീഡിയോസും നമ്മളെപ്പോലെ തന്നെയാണ്, വ്യൂസൊക്കെ കുറവുള്ള വീഡിയോസ് കാണുമായിരിക്കും. അപ്പം അവർ നമ്മളെ നമ്മുടെ വീഡിയോസ് കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചും അവരുടെ വീഡിയോസിൽ കയറി കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. അവരിടുന്ന കമൻറ്റിന് റിപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരു റിപ്ലൈ ചെയ്യുമ്പോൾ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലിൽ വളരെ ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വരിക എന്ന് പറയുമ്പം ചിലപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ആയിരിക്കും. അപ്പം ആ ഒരു കമൻറ്റ് വരുമ്പോഴേക്കും ആ വീഡിയോസ് വീണ്ടും റീച്ച് ആവാൻ തുടങ്ങി, വീണ്ടും വ്യൂസ് വരാൻ തുടങ്ങി. അപ്പം അത്തരത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസിന് ഭയങ്കരമായിട്ട് അത് സപ്പോർട്ട് ചെയ്യാനും വ്യൂസ് കൂട്ടാനുമായിട്ട് സഹായിച്ചു. ഇത്തരത്തിൽ കുറേ കാര്യങ്ങളാണ് ഞങ്ങൾ പുതുതായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തത്. പിന്നെ വീഡിയോസിൻ്റെ ക്വാളിറ്റി, അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ക്വാളിറ്റി നമ്മൾ പഴയ ചാനലിൽ എടുത്ത വീഡിയോസിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതുപോലെ തന്നെ അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ തമ്പനയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനയിൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഈ വീഡിയോസിൽ കൂടുതലും ഫാമിലി കോമഡി ടൈപ്പ് വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്തത്. പിന്നെ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പം ഈ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മളൊരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഞാനൊരു 2 റിയാക്ഷൻ വീഡിയോ ആണ് തോന്നുന്നത്. 2 റിയാക്ഷൻ വീഡിയോസ് ഇട്ടിട്ടുള്ളതിലും വളരെയധികം വ്യൂസ് കൂടിയിട്ടുള്ള, അതിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആ വീഡിയോസിൽ വന്നിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് പൊതുവെ എല്ലാ വീഡിയോസിലും ഒരേപോലെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. എങ്കിലും ഈ റിയാക്ഷൻ വീഡിയോയിൽ ഞങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത് ഈ റിയാക്ഷൻ വീഡിയോയിലാണ്.
പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ചാനൽ തുടങ്ങിയപ്പോൾ അതിൽ നമ്മൾ ഡെയിലി ഒരു വീഡിയോസ് അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ വീഡിയോസ് അങ്ങനെയൊക്കെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ നമ്മൾ ആ ഒരു ടൈം മനസ്സിലാക്കി നമുക്ക് റീച്ച് ആവുന്ന ഒരു ടൈം മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു ദിവസത്തിലൊരു 3 വീഡിയോസൊക്കെ വെച്ച് ചെയ്യാൻ തുടങ്ങി ഇതിൽ ഈ ചാനൽ. അപ്പം ആ ഒരു നമ്മുടെ ഒരു ടൈം നമുക്ക് റീച്ച് ആവുന്ന ഒരു ടൈം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു 2-3 വീഡിയോസ് ഒരു ദിവസം ഇടാൻ തുടങ്ങി. അപ്പം നമ്മൾ മീൻസ് നമ്മുടെ ഒരു വീഡിയോ എന്താണ് യൂട്യൂബ് സപ്പോർട്ട് ചെയ്ത് കുറച്ച് ഡിലേ വരുത്താതെ തന്നെ നമ്മൾ വീണ്ടും ഒരു വീഡിയോ വരുമ്പം അത് എപ്പോഴും നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഷോർട്ടിലാണെങ്കിലും പിന്നെ നമ്മുടെ വീഡിയോസ് എത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ഫസ്റ്റ് യൂട്യൂബിൽ വരാണല്ലോ. അപ്പം നമ്മളൊരു ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കുറേ പേര് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം തുടങ്ങിയ 240 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആ പഴയ ചാനലിൽ. അപ്പം അത് ഞാൻ പറഞ്ഞ കണക്ക് വലിയ റീച്ചൊന്നും ആയിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയ കാര്യം വേറെ ആർക്കും അറിയത്തില്ല. അതായത് ഞങ്ങൾ ഒറ്റ മനുഷ്യർ ഞങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കും അറിയത്തില്ല. ഈ വീഡിയോ എന്തെങ്കിലും യൂട്യൂബ് വഴി അവർ കാണുമ്പോൾ മാത്രമാണ് ഇങ്ങനൊരു ചാനൽ ഞങ്ങൾക്കുണ്ടെന്ന് അവർ അറിയുന്നത്. അപ്പോഴും നമ്മുടെ മറ്റേ ചാനൽ കിടക്കുന്നുണ്ട്, അത് ആ ചാനലിലാണോ ഈ ചാനലിലാണോ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതെന്ന് പറയുന്നത് നമ്മളത് ചെയ്തതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇത്രയും ഫ്രണ്ട്സും ഫാമിലീസും എല്ലാവരും ഇത് കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചില വീഡിയോസ് ഇടാനായിട്ടൊരു ചമ്മൽ കാണും. റിയാക്ഷൻ വീഡിയോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ അയ്യോ അവരെന്ത് പറയും ഇവരെന്ത് പറയും ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ പോസ്റ്റ് ചെയ്യില്ലായിരുന്നു. അപ്പം ഈ ഒരു ചാനലിൽ നമ്മൾ അറിയാനുള്ള ഒറ്റ മനുഷ്യരും ഇല്ല, നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരുമില്ല. അതുകൊണ്ട് തന്നെ എത്ര മീൻസ് ചളിപ്പായിട്ടുള്ള വീഡിയോസ് ചെയ്യാനും നമുക്ക് വലിയ ചമ്മലില്ല. കാരണം ആരും നമ്മൾ കണ്ടിട്ടായോ എന്തിനാ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. യൂട്യൂബിൽ തന്നെ ഒരുപാട് വ്യൂവേഴ്സുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള ചാനലുകളുണ്ട്, ടെക്നിക്കൽ പരമായിട്ടുള്ളത്, അങ്ങനെയുള്ള കുറേ ചാനലുകളുണ്ട്. അപ്പം നമ്മൾ ആ ചാനലിലെ വീഡിയോസ് എല്ലാം കാണും. അപ്പോൾ അതിൽ പോയി കമൻറ്റ് ചെയ്യും. ആ കമൻറ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോസിൻ്റെ ആൾക്കാരുണ്ടല്ലോ, ആ ചാനലിൻ്റെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമൻറ്റ് വന്നതിന് ശേഷം നമ്മുടെ റീച്ചും അതുപോലെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് എന്താണ് അതിൻ്റെ ടെക്നിക്കൽ സൈഡെന്നൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചപ്പോൾ അത്തരത്തിൽ അവർ വന്ന് നമ്മുടെ വീഡിയോസ് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് ചെറുതായിട്ട് റീച്ച് കൂടുന്നുണ്ട്. യൂട്യൂബിൽ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ, അതായത് ഞങ്ങൾ തുടങ്ങിയിട്ട് പറഞ്ഞല്ലോ ഈ പറഞ്ഞ എനിക്ക് 26 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം 1000 സബ്സ്ക്രൈബേഴ്സ് ആയ സന്തോഷം നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല. നമ്മളെപ്പോലെ തന്നെ യൂട്യൂബിനെ കുറിച്ച് വലിയ കാര്യങ്ങളോ ടെക്നിക്കൽ സൈഡോ അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാർ ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള, ഇപ്പം നമ്മൾ ചെയ്ത എന്തെങ്കിലും കാര്യം അവർക്ക് അറിയാത്തതുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവർ കേട്ടിട്ട് അവരുടെ ചാനലിൽ ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് റീച്ച് കൂട്ടുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു സപ്പോർട്ട് മറ്റുള്ളവർക്ക് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോസ് ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കുറച്ച് മാറ്റങ്ങൾ പഴയ ചാനലിൽ നിന്ന് ഇതിൽ വരുത്തിയപ്പോഴേ തന്നെയാണ് ഞങ്ങളുടെ ചാനൽ ഇത്രയും റീച്ച് കൂടിയതും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് നമുക്ക് കിട്ടിയതും. അപ്പം അത്തരത്തിൽ കുറേ മാറ്റങ്ങൾ നിങ്ങളുടെ ചാനലിലും, നിങ്ങളെന്ന് വെച്ചാൽ മിക്കവർക്കും ഇതൊക്കെ അറിയാമെന്നുള്ളവരായിരിക്കും, എന്നാലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അപ്പം അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. താങ്ക് യു.